എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ സാഞ്ചി അവനാണെങ്കിൽ ആ ഫുഡുമായിട്ട് ഉഷാറായിട്ട് ഓടി വരികയാണ്. അതേസമയം ഇവിടെ ആ ജയന്റ് വില്ലൻ അവൻ ലൂഫിയെ പിടിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലും. ലൂഫിക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒട്ടും എനർജി ഇല്ല. അതുമാത്രമല്ല ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡി ഇപ്പോൾ വളരെ വീക്കാണ്. ലൂഫി അവനെ കൊണ്ട് പറ്റും പോലെ സ്ട്രെങ്ത് ഒക്കെ എടുത്ത് അവനെ അടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ വില്ലനാണെങ്കിൽ ഞൊടിയടയിൽ ലൂഫിയുടെ അറ്റാക്കിൽ നിന്ന് തെന്നിമാറി അവനെ തിരികെ അടിക്കുകയാണ്. ഇവിടെ സാഞ്ചി അവൻ നിർത്താതെ ഓടും. സാഞ്ചിക്ക് അറിയാം ലൂഫി ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവില്ലെന്ന്. സോ അവൻ ഫുഡ് കൊടുത്തിട്ടില്ല എങ്കിൽ ലൂഫി അവൻ അവസാനമായിട്ട് അവർ കണ്ട സ്ഥലത്ത് വെച്ച് പട്ടിണി കടന്ന് ചാവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എനിക്കിപ്പോഴെങ്കിലും എൻ്റെ ഫ്രണ്ടിനെ അവനെ എന്ത് വില കൊടുത്തും തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് ഉഷാറായിട്ട് ചാടി ഓടും. അപ്പോഴായിരിക്കും ആ ബോബിൻ വില്ലൻ അവൻ സാഞ്ചിയുടെ പേര് വിളിച്ച് നിലവിളിച്ച് അവൻ്റെ പിന്നാലെ ഓടുകയാണ്. നീ എവിടേക്ക് ഓടിയിട്ട് കാര്യമില്ല, ഉറപ്പായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നാളത്തെ ബിഗ് മോമിൻ്റെ പ്ലാൻ അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് വേറൊരുത്തനെ കാണിക്കും. അവനാണെങ്കിൽ ഗണ്ണൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ബ്രൂക്ക്. അവനാണെങ്കിൽ ഭയങ്കര സമാധാനം. കാരണം ഒരു വിധത്തിൽ ബിഗ് മോമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് തന്നെ അവൻ സേഫ് ആയിട്ട് വന്നിരിക്കുകയാണ്. നാമി ചാടി വന്ന് അവന്റെ തലയ്ക്ക് തന്നെ ഒരു കൊട്ടു കൊടുക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നോക്കി നീ മോൺസ്റ്റർ എന്ന് പറയും. ആക്ച്വലി നമ്മുടെ ബ്രൂക്ക് അവളെ കണ്ടല്ല, അവന്റെ തന്നെ മിനിയേച്ചർ കണ്ടാണ് ആ ഒരു ശില്പം അത് കണ്ടാണ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞത്. അവനത് മാക്സിമം അവൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവനോട് ചൂടായിക്കൊണ്ടേയിരിക്കും. പെട്രോ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരോട് സോറി പറയും. ഐ എം സോറി, എന്നെ കൊണ്ട് ആ പോണോഗ്ലിഫ് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ബ്രൂക്കിനാണെങ്കിൽ ഇപ്പോഴും ഫുൾ കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് അതിന് പറ്റും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയില്ലേ, അതുകൊണ്ട് എന്തായാലും നമുക്ക് ആ പോണോഗ്ലിഫ് സ്വന്തമാക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ ഇത്രയും നേരത്തെ കഷ്ടപ്പാട് അത് വെറുതെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ്റെ തലയോട്ടി അത് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്യേണ്ട താമസം ചുറ്റുമുള്ളവരെല്ലാവരും പേടിച്ച് ദൂരേക്ക് മാറും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവനെടുത്ത ആ പോണോഗ്ലിഫിന്റെ ഫോട്ടോ കോപ്പി അതാണ് ഇപ്പൊ നാമിയുടെ കയ്യിലേക്ക് അവൻ കൊടുക്കുക. അവരെല്ലാവരും ഒരു സെക്കൻഡ് ഞെട്ടി അതിലേക്ക് തന്നെ നോക്കും. ബ്രൂക്കിനെ കൊണ്ട് ഇത് സാധിച്ചുവെന്ന് അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. ദിസ് ഈസ് അൺബിലീവബിൾ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ബ്രൂക്കിനെ നോക്കും. ബ്രൂക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി ക്യാഷ്വലായിട്ട് നിൽക്കും. ആക്ച്വലി ബിഗ് മോം അവിടേക്ക് വരുന്ന സമയം അവൻ മൂന്നാമത്തെ പേപ്പറിൽ ബാലൻസ് കോപ്പി എടുക്കുകയായിരുന്നു. ബിഗ് മോം അവിടെ കിടന്ന് ഒരുപാട് നിലവിളിയും ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോഴും മനബലം അത് നഷ്ടപ്പെട്ടു പോവാതെ അവൻ ആ കോപ്പി അത് കംപ്ലീറ്റ് ചെയ്താണ് പുറത്തേക്ക് വന്നത്. മാത്രമല്ല ബിഗ് മോം ഒരു കാരണവശാലും അത് കണ്ടെത്താൻ പാടില്ല എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചാണ് അത് ചുരുട്ടി മടക്കി അവന്റെ ബ്രെയിനകത്ത് തന്നെ അത് സൂക്ഷിച്ചു വെച്ചത്. അവള് അവന്റെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചു നോക്കിയിട്ടും അത് അവൾക്ക് കണ്ടെത്താനായില്ല. ബിഗ് മോമിന്റെ പോണോഗ്ലിഫിന്റെ കോപ്പി അത് എടുത്തു അറിഞ്ഞ് ആ വില്ലന്മാർ പോലും ഷോക്കായിട്ട് നിൽക്കും. അവിടെയുള്ളവരെല്ലാവരും ഇപ്പൊ ബ്രൂക്കിനെ അഭിനന്ദിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജിംബൈ. സത്യത്തില് നീ വലിയവനാണ്, നിനക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് ബിഗ് മോമിന്റെ സേഫ്റ്റി റൂമിലേക്ക് പോയി ഇതെടുക്കാൻ കഴിഞ്ഞത്. ആൾക്കാർക്ക് ഇനി ബാക്കിയുള്ള ഒരേ ഒരു ടാസ്ക് അത് സാഞ്ചിയെ കണ്ടെത്തി ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുക എന്നത് മാത്രമാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് സാഞ്ചി അവനാണെങ്കിൽ ലൂഫിക്ക് കൊടുക്കാനുള്ള ഫുഡുമായിട്ട് ഓൾമോസ്റ്റ് അവന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ വില്ലനുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ലൂഫിക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടെന്ന്. മാത്രമല്ല അവനിപ്പോ ഫുഡ് കഴിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൻ വീണ്ടും സ്പീഡിൽ ഓടും. അതേസമയം വില്ലനാണെങ്കിൽ ലൂഫിയെ ഇടിച്ചു കൊണ്ടേയിരിക്കും. ചോര തൊടുമ്പേ ലൂഫി അങ്ങനെ തെറിച്ച് താഴെ വീഴും. ആ സമയത്ത് സാഞ്ചി അവിടേക്ക് ഓടി അടുക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെയെല്ലാം ഒരുപാട് വില്ലന്മാര് ഇട്ടിയൊക്കെ കിട്ട് വീണ് കിടക്കുകയാണ്. സാഞ്ചിക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ എല്ലാം പിന്നിൽ സാക്ഷാൽ ലൂഫിയാണെന്ന്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മിറർ ഡയമെൻഷനിലുള്ള നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ വീണ്ടും ഓരോ മിറേഴ്സ് തറവായിട്ട് ചെക്ക് ചെയ്ത് സാഞ്ചി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവന്റെ റൂം കാണിക്കും. അവിടെ തൊപ്പി വെച്ച ഏതോ ഒരുത്തൻ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. നമ്മുടെ ആൾക്കാർ സാഞ്ചിയെ കുറിച്ച് മിറേഴ്സിനോട് ചോദിക്കും. അതിനവറ്റകളെല്ലാം അവൻ അല്പം മുൻപ് ഇതുവഴി പാസ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ സാഞ്ചി ഉള്ളത് മിറേഴ്സ് ഇല്ലാത്ത ഏതോ ഒരു സ്ഥലത്താണ്. അത് കേൾക്കുമ്പോൾ തന്നെ നാമിക്ക് മനസ്സിലാവും അവനിപ്പോൾ ഉള്ളത് ലൂഫിയും സാഞ്ചിയും ലാസ്റ്റ് ടൈം ഫൈറ്റ് ചെയ്ത അതേ സ്ഥലത്താണെന്ന്. അവൾ ആ കാര്യം അവിടെ ഉള്ളവരോട് പറയും. അത് കേട്ട് അവർ ഷോക്ക് ആവുകയാണ്. ലൂഫിയും സാഞ്ചിയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തെന്നോ, എന്തിന്, എപ്പോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നാമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നാമിയാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറയാണ്. അത് കേട്ട് ചിമ്പൈ അവരോട് പറയും
ഞാൻ ആക്ച്വലി നിങ്ങളെ എല്ലാവരെയും കണ്ട് ഒരു കാര്യം പറയണം എന്നാണ് കരുതിയത്. പക്ഷെ അത് പറയാനുള്ള സമയം അത് അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാനത് പറയാണ്. നാളെ ആ ഒരു മാരേജ് നടന്ന വലിയ കുഴപ്പമാണ്. നിങ്ങൾ പെപ്പോംസിന്റെ കൂടെയല്ലേ ഇവിടേക്ക് വന്നത്? ആക്ച്വലി ആ പെപ്പോംസ് വില്ലന്മാരുടെ കയ്യിൽ പെട്ടുപോയിരുന്നു. അവൻ നിങ്ങളെ രക്ഷിക്കാനാണ് തിരികെ പോവുക എന്ന് കപ്പലിൽ എഴുതി വെച്ചത്. ബിഗ് മോമിന്റെ അസിസ്റ്റന്റ് ആ കപ്പോൺ അവൻ വീണ്ടും പെപ്പോംസിനെ ഷൂട്ട് ചെയ്ത് കടലിൽ തള്ളിയതാണ്. പക്ഷേ ആ കാഴ്ച അതെന്റെ കണ്ണിൽപ്പെട്ട് എന്റെ അസിസ്റ്റൻസിനെ കൊണ്ട് ഞാൻ അവനെ രക്ഷിച്ചു. അപ്പൊ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ആ ബോബിനെ കാണിക്കും. അവന്റെ തൊട്ടുപുറകില് ആരും ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം അവന്റെ പുറകിലുണ്ടായിരുന്ന ആള് അവനെ ഷൂട്ട് ചെയ്ത് താഴെയിടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വിൻസ്മോക്ക് ഫാമിലിയെ കാണിക്കും. വിൻസ്മോക്കും ആളുടെ മക്കളും ഒരുപാട് സമയമായി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അവർ ഫിറ്റായിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരാണെങ്കിൽ ഫിറ്റായി ബോധം പോയി ഓരോ ഭാഗത്ത് കിടക്കും. വിൻസ്മോക്ക് ആണെങ്കിൽ കമ്പനിക്ക് നാമിയെ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ നാമിയെ കണക്ട് ആവില്ല. അവൾ ഒരു പക്ഷെ ബിഗ് മോമിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാവും പറഞ്ഞ് അവരങ്ങനെ പൊട്ടിച്ചിരിക്കും. സാഞ്ചിയുടെ പപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നാളെ നമ്മൾ ആ ബിഗ് മോമുമായിട്ട് വലിയൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സാഞ്ചിയെ പോലെ ഒരു യൂസ്ലെസ് കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം അതിതാണ്. ബിഗ് മോമിന് ഉപയോഗിച്ച് നോർത്ത് ബ്ലൂ അത് വീണ്ടും നമ്മൾ കോൺക്വർ ചെയ്യും. നമ്മൾ ആരൊക്കെ ഇൻസൾട്ട് ചെയ്തോ അവരെ എല്ലാവരെയും നമ്മുടെ കാൽ കീഴിൽ നമ്മൾ കൊണ്ടുവരും. നമ്മുടെ പവർ എന്താണെന്ന് അവർ തിരിച്ചറിയും. ബിഗ് മോമും നമ്മളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും നമ്മൾ എതിർക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരില്ല. എല്ലാവരും തോൽവി സമ്മതിച്ച് നമ്മുടെ മുൻപിൽ മുട്ടും അടക്കി നിൽക്കും. സത്യത്തില് ഇത് നമ്മളുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കും. ഇതെല്ലാം നമുക്ക് സാധിച്ചത് സാഞ്ചിയിലൂടെയാണ്. സോ ഈ ഒരു പെഗ് അത് സാഞ്ചിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ചേഴ്സ് ചെയ്ത് ആ ഒരു ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ റൂമിന് പുറത്ത് കാണിക്കും. അവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് കാവല് നിൽക്കുകയാണ്. അവരെവിടേക്കും പോകാൻ പാടില്ല. നാളത്തെ ടീ പാർട്ടി വരെ അവരിവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കും. അത് മാത്രമല്ല റൈച്ചുവിന്റെ ഫ്ലോറിലും സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കട്ട് ചെയ്ത ആ ബോബിനെ കാണിക്കും. അവനാണെങ്കിൽ ചോര തുളുമ്പി അങ്ങനെ വീണ് കിടക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കും. അവനെ ഷൂട്ട് ചെയ്ത ആളെ അവന് നന്നായിട്ട് അറിയാം. അവന്റെ ടീമിലുള്ള ആരോ തന്നെയാണ് അവനെ ഷൂട്ട് ചെയ്തത്. മറ്റൊരു ഭാഗത്ത് റൈച്ചുവിനെ കാണിക്കും. അവളാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. എല്ലാം എങ്ങനെ പര്യവസാനിക്കും എന്നുള്ള ടെൻഷനാണ് അവൾക്ക് ആകെ മൊത്തം. ഇവിടെ നമ്മുടെ സാഞ്ചിയാണെങ്കിൽ ഒരു വിധത്തില് ലൂഫിയുള്ള ആ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ലൂഫിയെ കണ്ടെത്തണം. സാഞ്ചി ആണെങ്കിൽ നടന്നതും അവൻ അറിഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഓരോ ഡെഡ് ബോഡീസ് അവൻ തിരിച്ചും മറിച്ചു നോക്കുകയാണ്. കാരണം ലൂഫി ഇട്ടതുപോലുള്ള ഡ്രസ് ഇട്ട ഒരുപാട് പേരവിടെ ഉണ്ട്. വെള്ളത്തിൽ വീണവരെയും അവൻ മുകളിലേക്ക് പിടിച്ചു വലിച്ചു നോക്കും. അവിടെ എവിടെയും ഇപ്പൊ ലൂഫിയെ കാണാനില്ല. ഉടനെ തൊട്ടടുത്തായിട്ട് ഒരു ക്യാപ്പ് കാണും. അവൻ ആ ക്യാപ്പ് എടുത്ത് നോക്കും. അതും ലൂഫി അല്ല. സാഞ്ചിക്കാണെങ്കിൽ കണ്ടോട് പോയി അവൻ ലൂഫിയുടെ പേര് വിളിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴായിരിക്കും മരത്തിന്റെ പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുക. അവൻ ആ ഭാഗത്തേക്ക് ഓടി വരും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ബോധം കെട്ട് കിടക്കുന്ന ലൂഫി. വിശന്നു പൊരിഞ്ഞ് അവന്റെ വയറ്റിൽ നിന്ന് വന്ന സൗണ്ട് അത് കേട്ടാണ് സാഞ്ചി അവനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്. സാഞ്ചി അവൻ കൊണ്ടുവന്ന ഫുഡിലേക്ക് നോക്കി ലൂഫിയുടെ അടുത്തേക്ക് അടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.